TRiPTHiന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ചിക്കൻ കറിയാണ്. ആസ് യൂഷ്വൽ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഷെഫ് ഒന്ന് മാറും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കുട്ടേട്ടൻ പറഞ്ഞുതരും. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള കുക്കർ ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ, കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കരുത്. നമ്മൾ നോർത്ത് ഇന്ത്യൻ കറിയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് പറയുന്നത്. കുക്കിംഗ് ഓയിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാന്നെങ്കിൽ നമുക്ക് ബട്ടർ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം, അത് നമ്മളുടെ ഇഷ്ടം. പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓൾ സ്പൈസസ്, അതിനകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം അതേപോലെ തന്നെ റോ ആയിട്ടുള്ളത് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അതൊന്ന് നന്നായിട്ട് എല്ലാ സ്പൈസുകളും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് എത്ര ഉള്ളി ഉണ്ടായിരുന്നു? 3 മീഡിയം തരത്തിലുള്ള 3 ഉള്ളി അരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് അധികം സമയം എടുക്കില്ല, പക്ഷേ അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി കൂടിയാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. അതാണ് ഒരു ടിപ്പ്. കിട്ടൂ. ഞാൻ കമൻറ്ററി മാത്രമേ ഉള്ളൂ കേട്ടോ, ജോലി ചെയ്യുന്നത് നമ്മുടെ കുട്ടേട്ടനാണ്. ഇനി ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് ഒരു ബ്രൗൺ കളറിലാണ് അല്ലേ? ആണോ? ബ്രൗൺ കളറിലാണ്. അതുവരെ നമ്മൾ അതിന് റെഡിയാവാൻ വച്ചിട്ട് നമ്മൾ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയത്തിൻ്റെ പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ മാത്രം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടണം. അതുകൊണ്ട് നന്നായിട്ടത് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മളതിനകത്ത് ചേർക്കുന്നത്. ഇതിപ്പോൾ ഉള്ളി ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ഇടാം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ മനോധർമ്മമാണ് എങ്ങനെ ഇടണം എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഇപ്പോഴത്തെ ഈ ഷെഫ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് 2 പ്രാവശ്യം എനിക്കിത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര അന്നൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ സമയമെടുത്ത് നമുക്കത് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നതാണത്. ടേസ്റ്റ് നോക്കിയതാണ്, സൂപ്പറാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളുടെ ഉള്ളിയും സ്പൈസസും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഒരുമാതിരി പരുവമായിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്ത് കേട്ടോ, അത് അതിനകത്തേക്ക് ചേർക്കുന്നു. നമ്മളിത് ഒരു 3/4 കിലോ ഉണ്ടാവും അല്ലേ ചിക്കൻ? ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. നമ്മളുടെ ചിക്കൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ഇതിനകത്തെ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്കും ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ എണ്ണം കൂട്ടാം. നമ്മൾ ഇത് ഏതാണ്ട് ഉള്ളി എല്ലാം വഴറ്റി, തക്കാളിയുടെ വഴറ്റി, അതിൻ്റെ ഒരു കളർ ഇതാണ് കേട്ടോ, ഒരു ഗ്രീൻ, പേസ്റ്റൽ ഗ്രീനോട് കൂടിയിട്ടുള്ള കളറിലോടാണ് വന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് പൊടികൾ ചേർക്കുവാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ ചേർക്കുന്നു 2 സ്പൂൺ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തു. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു കാശ്മീരി മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി മുളക്. ഈ കളർ വേണ്ടാന്നുള്ളവർക്ക് മുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്തൊരു നല്ലൊരു കളർ വരില്ല, അത്രയേ ഉള്ളൂ. ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി കളറിനുള്ളത്. പിന്നെ ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നു അതിനകത്തേക്ക് 1 സ്പൂൺ സാധാരണ എരിവുള്ള മുളക്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, ആലോചിക്കണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യണം. ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി, അതിന് കളർ കിട്ടാനുള്ള മഞ്ഞൾപ്പൊടി അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അതിനകത്തെ ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിനകത്തേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പൊടികളും, ഇത്രയും പൊടികളും നമ്മൾ ഇത്രയൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ കണ്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആ ഗ്രേവി കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, തിക്ക് ഗ്രേവി ആവുന്ന തരത്തിലുള്ള ഗ്രേവിയാണ്. കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ടും വളരെ ഫാസ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കുട്ടൻ പറഞ്ഞത് ഇതിനകത്തുള്ള പ്രത്യേകത. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു ഒരു 1/2 സ്പൂണോളം ഗരം മസാല.
കാരണം ചിക്കൻ മസാലയൊന്നും നമ്മളിതിനകത്ത് യൂസ് ചെയ്യരുത്. ഗരം മസാല നമ്മളൊരു സ്പൂൺ ഗരം മസാല യൂസ് ചെയ്തു. ദെൻ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് അര സ്പൂണിനോളം നമുക്ക് അതിനകത്ത് ചേർക്കാൻ പറ്റുന്നു നമ്മളുടെ കുരുമുളക് പെപ്പർ പൗഡർ അങ്ങനെ ചേർത്തതിന് ശേഷം മസാലകളെല്ലാം ആഡ് ചെയ്തു. ദെൻ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. നമ്മൾ ഇളക്കി ഇതിൻ്റെ എണ്ണ തെളിയിനോടം വരെ ഇളക്കുക. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉള്ളി ഇടുക, തക്കാളി ഇടുക, സെക്കൻഡുകൾക്കുള്ളിൽ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചിക്കൻ കറിയുടെ കറക്റ്റ് കളറ് അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു ലുക്ക് ഭയങ്കരമാണ്. എപ്പോഴും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റിനേക്കാളേറെ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എപ്പോഴും ലുക്കിലാണല്ലോ ഇരിക്കുന്നത്. ഏതാണ്ട് നമ്മളുടെ ഗ്രേവിയുടെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസുകൾ അതിനകത്തേക്കിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ മസാലകൾ പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നവർക്കൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും അറിയാത്തവർക്ക് പറയണം കേട്ടോ. അതെല്ലാം നമ്മളിത് ഗ്രേവി അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഈ കുക്കർ കുറച്ചുകൂടി വലുത് യൂസ് ചെയ്യണമെന്ന് പരിചയമില്ലാത്തവർക്ക് കുറച്ചുകൂടി വലിയ കുക്കർ യൂസ് ചെയ്യാം. നമ്മളിതൊക്കെ ചെയ്ത് പരിശീലനം ഉള്ളതുകൊണ്ട് ചെറിയ കുക്കറിലും ചെയ്യാം നമുക്ക്. നമ്മളതിനകത്ത് നന്നായിട്ട് ഇളക്കി അതിനകത്ത് ഗ്രേവിയിൽ പിടിപ്പിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഗ്രേവി പിടിച്ചു. നമ്മൾ ആദ്യം കണ്ടു ചിക്കൻ ആദ്യം ഇട്ടപ്പോഴും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു 2-3 സെക്കൻഡോളം നമ്മൾ ആ സെയിം ഇതിനകത്ത് തന്നെ വെച്ചിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രേവി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് വെള്ളം, കാരണം കുറച്ച് ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് 1 കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി അതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മല്ലിയില, ദെൻ നമ്മുടെ കസൂരി മേത്തി അത് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടിത് അടച്ചു വെച്ച് എത്ര വിസിൽ? ഒരു വിസിൽ വരണോടം വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കണേ. ലാസ്റ്റ് നമ്മൾ കുറച്ച് വെന്തതിന് ശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് യൂസ് ചെയ്യും. ഇപ്പോൾ ആദ്യം ഒന്ന് ഇതെല്ലാം ഇട്ട് ഒരു ഇത് വരണോടം വരെ ഫുൾ സിമ്മിലിട്ടിട്ട് ഒരു വിസിൽ വരണോടം വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വരട്ടെ. ഒരു സീറ്റി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ എത്ര നേരം നിൽക്കുന്നു അത്രയും നേരം കൂടി അത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളുടെ ഒരു ഔട്ട്ലുക്ക് ഇതിൻ്റെ കേട്ടോ. അതാ എണ്ണ തെളിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ചിക്കൻ കറി അങ്ങനെ ഇരിക്കുന്നത്. യെസ്. ഇനി നമ്മളിതിനകത്തേക്ക് ലാസ്റ്റ് നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നു കസൂരി മേത്തി. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ദെൻ മല്ലിയില അതുകൂടിയിട്ട് നമ്മളുടെ ഗാർണിഷിങ് പരിപാടി കഴിഞ്ഞു. ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ.